ക്രിസ്തുമസ് വിചാരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ആ വലിയ സന്തോഷത്താൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ മാലാഖമാർ അകമ്പടി സേവിച്ചു വന്നു എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു കാവൽ മാലാഖ അവനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുമ്പോൾ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദേശം, വർഗം, വർണ്ണം വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ കാവൽ മാലാഖ നമ്മോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കൊരു രക്ഷകനുണ്ടെന്ന് അനുഭവിച്ചറിയാനും ഈ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും ഈ ക്രിസ്മസ് ഇടയാക്കട്ടെ. മാലാഖയുടെ സ്വരം ശ്രവിച്ച ആട്ടിടയർ പറഞ്ഞു, പോകാം നമുക്ക് ബത്ലഹേമിലേക്ക്. ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ പോയി നമുക്ക് കാണാം. ദൂതൻ്റെ സ്വരം ശ്രവിച്ച ആട്ടിടയർ അതിവേഗം പോയി ഉണ്ണീശോയെ കാണുകയും ആരാധിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിവേഗം പോകാം, ഉണ്ണീശോയെ കാണാൻ, ഉണ്ണീശോയെ ആരാധിക്കാൻ. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച പൊന്നും മീറയും കുന്തുരുക്കവും ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഈശോയെ ആരാധിച്ച ജ്ഞാനികളെ പോലെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിലയുള്ളതായി കണ്ട് നമുക്ക് ദൈവ മകൻ എന്ന സ്ഥാനം തന്ന ദൈവത്തെ ആരാധിക്കാനുള്ളതായി തീരട്ടെ നമ്മുടെ ജീവിതം. നമുക്കും നമ്മുടെ കാവൽ മാലാഖയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.